സോ ഇന്ന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഗുണിതം നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 25 ഇൻറ്റു 64. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറ്റ്ലീസ്റ്റ് 10 വരെ ഉള്ളതെങ്കിലും അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതി വെച്ചിട്ട് നോക്കിയെങ്കിലും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 25 ഇൻറ്റു 64. ആദ്യം നമ്മൾ എന്താ പറഞ്ഞാൽ വൺസിൽ നിന്ന് തുടങ്ങണം അല്ലേ? അപ്പോൾ വൺസിൽ നിന്ന് തുടങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം ഇത് ചെയ്യുക, അത് കഴിഞ്ഞ് ഇത് ചെയ്യുക, അങ്ങനെയല്ല. ആദ്യം 5 ഇൻറ്റു 4. ആദ്യം എന്താണ്? 5 ഇൻറ്റു 4. 5 ഇൻറ്റു 4 എത്രയാണ്? 20. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ 0 ഇവിടെ എഴുതണം. അത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്താണ്, സബ്സ്ട്രാക്ഷനിലൊക്കെ ചെയ്ത പോലെ ബാക്കി വരുന്ന ശിഷ്ടം എന്ത് ചെയ്യണം? മുകളിൽ കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 5 ഇൻറ്റു 6 ആണോ? അല്ല, 5 ഇൻറ്റു 6 അല്ല, 2 ഇൻറ്റു 4. അതായത് മുകളിൽ കിടക്കുന്നത് തന്നെ ആയിരിക്കണം ആദ്യത്തെ വൺസിൽ നിന്ന് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് തിരികെ മുകളിൽ കിടക്കുന്നത് ടെൻസ് ആയിട്ട് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ 5 ഇൻറ്റു 4 20, 2 മുകളിൽ എഴുതി, 0 താഴെ എഴുതി. അടുത്തത് എന്താണ്? 2 ഇൻറ്റു 4 8 അല്ലേ? 2 ഇൻറ്റു 4 8. എന്നിട്ട് ഇവിടെ ഒരു ശിഷ്ടം 2 ഇരിപ്പില്ലേ, അതും കൂടി ആഡ് ചെയ്യുക. അപ്പം 8ഉം 2ഉം എത്ര കിട്ടും? 10. അപ്പം മുകളിൽ എത്ര കിട്ടും? 100. മുകളിൽ എത്ര കിട്ടും? 100. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 5ഉം ഈ 6ഉം, അതായത് ക്വസ്റ്റ്യനിലെ 10th പ്ലേസ് ആയിട്ട് വേണം എന്ത്, ഫസ്റ്റ് ഡിജിറ്റ് ചെയ്യാൻ. അപ്പോൾ 6ഉം 5ഉം എത്ര വരും? 30. എഗെയിൻ എന്താണ്? 0 ഇവിടെ എഴുതുക, മുകളിൽ 3 ശിഷ്ടം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ 2ഉം ഈ 6ഉം കൂടി ചെയ്യണം. സോ 2 ഇൻറ്റു 6 എത്ര വരും? 12. 12 പ്ലസ് 3 15. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച കാര്യം എന്തായാലും നോക്കൂ, ഞാൻ ആദ്യം 100 എഴുതി, രണ്ടാമത്തെ ആൻസർ അതിൻ്റെ താഴെയാണ് എഴുതുന്നത്. താഴെ എഴുതുമ്പോൾ എന്താണ്, വൺസിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യരുത്, രണ്ടാമത്തെ ആൻസർ എഴുതി തുടങ്ങരുത്. പകരം എന്ത് ചെയ്യുന്ന തുടങ്ങണം? ടെൻസിൻ്റെ താഴെ നിന്ന് തുടങ്ങണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വൺസിൻ്റെ താഴെ വേഗം ഒരു ഇൻറ്റു ഇട്ട് വെക്കാം എഴുതാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇപ്പോൾ കിട്ടിയ ആൻസർ എങ്ങനെയാണ് എഴുതിയ? താഴെയാണ് നമ്മൾ ഒരു ഡിജിറ്റ് നീക്കിയാണ്, ലെഫ്റ്റിലേക്ക് നീക്കിയാണ് എഴുതിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ആഡ് ചെയ്ത് എഴുതണം. അതായത് 0 0 1ഉം 5ഉം 6, പിന്നെ ഒരു 1 കൂടി ഉണ്ടല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? 1600. ഒന്നുകൂടി ശ്രദ്ധിക്ക്. അതായത് ആദ്യം നമ്മൾ ഈ മുകളിലെ ഫസ്റ്റ് ഡിജിറ്റും താഴത്തെ ഫസ്റ്റ് ഡിജിറ്റും, അതായത് വൺസിൻ്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എന്താണ്? 2 ഇൻറ്റു 3 6. അടുത്തത് ഇതിൻ്റെ മുകളിലത്തെ സെക്കൻഡ് ഡിജിറ്റ്, അതായത് ടെൻസിൻ്റെ വാല്യൂവും എന്താണ്, താഴത്തെ വൺസിൻ്റെ വാല്യൂവും തമ്മിലാണ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. സോ 3 ഇൻറ്റു 3 എത്രയാണ്? 9. നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ്? നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇവനെ ചെയ്തിട്ടില്ലല്ലോ, ഈ 2നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 2നെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴെ ആയിരിക്കണം അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. പക്ഷെ അതെന്താണ്, ഫസ്റ്റ് ഡിജിറ്റിൻ്റെ അടിയിൽ കൊണ്ടുപോയി എഴുതരുത്. അവിടെ നേരെ എന്ത് ചെയ്യണം? ഒരു ഇൻറ്റു അങ്ങോട്ട് ഇട്ട് വെച്ചാക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഡിജിറ്റായിട്ട് സെക്കൻഡിൻ്റെ ടെൻസ് പ്ലേസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാം. സോ 2 ഇൻറ്റു 2 എത്രയാണ്? 4. അതെവിടെ എഴുതണം? ഇവിടെ എഴുതണം. അടുത്തത് 3 ഇൻറ്റു 2 എത്രയാണ്? 6. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ കൂട്ടണം. 6ൻ്റെ താഴെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ ഇൻറ്റു ചെയ്ത് വെച്ചാക്കുകയാണ്. അവിടെ ഒന്നും എഴുതാൻ പാടില്ല, ആ ഇൻറ്റു ആണ് കേട്ടോ. അതായത് അവിടെ ഒന്നും ഇല്ലെന്നു. അപ്പോൾ 6. 9ഉം 4ഉം എത്രയാണ്? 13. 3 എഴുതാ, ശിഷ്ടം 1. നേരത്തെ പോലെ കൂട്ടുമ്പോൾ നമ്മൾ ശിഷ്ടം വന്നത് ആർക്ക് കൊടുക്കണം? ഇപ്പുറത്തെ സംഖ്യക്ക് കൊടുക്കണമല്ലേ. അപ്പോൾ കൊടുക്കുക. അപ്പോൾ എന്താണ്? 6നോട് 1 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7. ആൻസർ എത്രയാണ്? 736. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 88 ഇൻറ്റു 52 എന്താണ്? 88 ഇൻറ്റു 52.
അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവ തമ്മിൽ ചെയ്യണം അല്ലേ? ഫസ്റ്റ് ഡിജിറ്റ്സ് തമ്മിൽ ചെയ്യണം. മുകളിലത്തെ ഫസ്റ്റ് ഡിജിറ്റും താഴത്തെ ഫസ്റ്റ് ഡിജിറ്റും. അപ്പോൾ എന്താണ്? 8 × 2 16 കിട്ടും. എത്ര കിട്ടും? 16 കിട്ടും. എന്ത് ചെയ്യണം? എന്നിട്ട് എന്തിനാ? 1 ശിഷ്ടം കൊടുക്കണം. 6 നമ്മൾ താഴെ എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്യണം? മുകളിലത്തെ ടെൻസും അതായത് സെക്കൻഡ് ഡിജിറ്റും താഴത്തെ വൺസും തമ്മിലാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അതായത് 8 × 2 എത്രയാണ്? എഗെയിൻ നമുക്ക് 16 കിട്ടും. പ്ലസ് ഈ 1 കൂടി ചേർക്കുമ്പോൾ എത്രയാവും? 17 ആവും. ഇനി അടുത്തത് ആരെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്? ഈ താഴെയുള്ള 5 ആണല്ലേ? 5 ചെയ്ത് തുടങ്ങുന്നേക്കാൾ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മാർക്ക് ചെയ്യണം. ഇവിടെ ആരും വേണ്ട അല്ലേ? അപ്പോൾ അടുത്തത് എന്താണ്? 8 × 5 ആണ്. 8 × 5 അല്ലേ? ആദ്യത്തെ വൺസും താഴത്തെ ടെൻസും. 8 × 5 എത്രയാണ്? 40. അതിൻ്റെ 0 എഴുതാ, 4 ശിഷ്ടം എഴുതാ. എഗെയിൻ 8 × 5 എത്രയാണ്? 40 പ്ലസ് 4 44. എന്നിട്ട് എന്ത് ചെയ്യണം? 6 നേരെ എഴുതി. 7 0 7നോട് 0 കൂട്ടിയാൽ എത്ര കിട്ടും? 7 തന്നെ കിട്ടും അല്ലേ? 1 4 5. പിന്നെ എത്രയാണ്? 4. അപ്പോൾ എത്രയാണ്? 4556 ആണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 93 × 74. ഇത് ചെയ്യണേക്കാൾ മുമ്പ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണുണ്ടെന്ന് നോക്കാം. എന്നിട്ട് വീഡിയോ ഓണാക്കാം. അപ്പോൾ 93 × 4. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവർ തമ്മിൽ ഗുണിക്കണം. 3 ഉം 4 ഉം എത്ര? 12. ശിഷ്ടം 1. 9 × 4 എത്രയാണ്? 36. 36 പ്ലസ് 1 എത്ര കിട്ടും? 37. എന്ത് ചെയ്യണം? വേഗം ഇവിടെ പോയി മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇവനെ ആയിരിക്കും, ഈ സെക്കൻഡ് എടുക്കണവനെ ആയിരിക്കും. അപ്പോൾ എന്താണ്? 7 × 3. 7 × 3 എത്രയാണ്? 21. 2 ശിഷ്ടം. അത് കഴിഞ്ഞ് എന്താണ്? 9 × 7. 9 × 7 എത്രയാണ്? 63. 63 പ്ലസ് 2 എത്രയായിരിക്കും? 65. സോ 2 8 8 6 6882 ആണ് ഇതിൻ്റെ ആൻസർ. എത്രയാണ്? 6882. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിജിറ്റും ഈ ഡിജിറ്റും. അപ്പോൾ 8 × 9 എത്രയാണ്? 72. അതിൽ 2 ഇവിടെ എഴുതി, 7 മുകളിൽ എഴുതി. നെക്സ്റ്റ് എന്താണ്? 6 × 9. 6 × 9 എത്രയാണ്? 54. 54 പ്ലസ് 7 എത്രയായിരിക്കും? 61 ആണ് ആൻസർ. അത് കഴിഞ്ഞ് എന്താണ്? 2 × 8. 2 8 എത്രയാണ്? 16. എൻ്റെ ശിഷ്ടം 1 വരും. എഗെയിൻ 6 × 2 എത്രയാണ്? 6 2 12 അല്ലേ? 12 പ്ലസ് 1 എത്രയാണ്? 13. അയ്യോ ദേ നമ്മളിവിടെ ഒരു വെട്ടിട്ട് കൊടുത്തില്ല കേട്ടോ. അപ്പം എന്ത് ചെയ്യണം? 2 ഇറക്കി എഴുതാ. 6 3 7. 6 3 എത്രയാണ്? 7 8 9 then 1. 1972. 1972 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് 0-നോട് 1 അല്ലേ? അല്ലെങ്കിൽ 0-നോട് ഒരു സംഖ്യ ഗുണിക്കുമ്പോൾ എന്തായി മാറും? 0-നോട് ഏത് സംഖ്യ ഗുണിച്ചാലും 0-നോട് ഏത് സംഖ്യ മൾട്ടിപ്പിൾ ചെയ്താലും ആ സംഖ്യ എന്തായി മാറും? 0 തന്നെയായി മാറും. എന്താണ്? 0-നോട് ആരെ മൾട്ടിപ്പിൾ ചെയ്താലും അത് 0 ആയിട്ട് മാറും. സോ 1 ഇവിടെ എന്താണ്? 0 × 1 ആണല്ലേ? 0 × 1 എത്രയായിരിക്കും? 0-നോട് ആരെ മൾട്ടിപ്പിൾ ചെയ്താലും എത്ര വരും? 0 വരും. അടുത്തത് 3 × 1. 3 × 1 എത്രയാണ്? 3. എഗെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് വേഗം ഇവിടെ വെട്ടാ. അടുത്തത് ഈ 4ഉം ഈ 0ഉം. അപ്പം എന്തെന്നെ ആയിരിക്കും? 4 × 0 0. 0-നോട് ആര് ഗുണിച്ചാലും എന്താണ്? 0 തന്നെ ആയി പോകും. അപ്പം എന്താണ്? 3 × 4 എത്രയാണ്? 12. ആൻസർ എത്രയാണ്? 0. 3ഉം 0ഉം ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 3 തന്നെ ആയിരിക്കും. 2 1.
1213 ആണ് എൻ്റെ ആൻസർ. അടുത്തൊരു 3 ക്വസ്റ്റ്യൻ ഉണ്ട് അതേപോലെ തന്നെ 0 വരുന്ന. ഒന്നാമതായിട്ട് 40 × 43 നേരത്തെ പോലെ തന്നെ 0നോട് എന്ത് ഗുണിച്ചാലും എന്തായി മാറും? 0 ആയി മാറും. സോ 0 × 3 ഇറ്റ്സ് ഓൾസോ 0. സോ 4 × 3 12. എന്താണ് 4 × 3 എത്രയാണ്? 12. 4 നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവരായിട്ട് ഗുണിക്കണല്ലേ. അപ്പോൾ 0 × 4 എത്ര കിട്ടും? 0. നെക്സ്റ്റ് 4 × 4 16. ആൻസർ എത്രയാണ്? 0 2 7 1. ഈ ഒരു ആൻസർ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 25 × 16 ആണ്. ഇവിടെ എവിടെയാണ് 0 വന്നാക്കണം? 0 താഴെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ 0നോട് ആര് താഴെ ആയാലും മുകളിലായാലും എന്താണ്, എങ്ങനെ വേണേലും ഗുണിച്ചാലും 0 തന്നെ കിട്ടുള്ളൂ. സോ 5 × 0 എത്രയായിരിക്കും? 0. നെക്സ്റ്റ് എന്താണ്? 5 × 6. 5 × 6 എത്രയാണ്? 30 ആണല്ലേ. 5 × 6 30 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? വേഗം 1ൻ്റെ താഴെ പോയി വെട്ടിടാം. സോ നെക്സ്റ്റ് എന്താണ്? ഈ 5ഉം ഈ 6ഉം കൂടിയാണ് ഗുണിക്കേണ്ടത്. അയ്യോ, ഞാൻ തെറ്റിച്ച്. തെറ്റി. ഒന്നും കൂടി എഴുതാം. 25 × 60. അതായത് 25 × 60. ആദ്യം എന്ത് ചെയ്യണം? 5 × 0. 0 താഴെയാണ് വന്നെങ്കിലും മുകളിലാണ് വന്നെങ്കിലും എന്താണ്, ആരോട് ഗുണിച്ചാലും അത് 0 ആയിട്ട് മാറും. സോ 5 × 0 എത്രയാണ്? 0. നെക്സ്റ്റ് വരുന്നത് എന്താണ്? 2 × 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 0 തന്നെ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് എന്താണ്? 6 5. ഇവർ തമ്മിൽ ഗുണിക്കണം അല്ലേ. 6 × 5 30. 3 ശിഷ്ടം. നെക്സ്റ്റ് എന്താണ്? 2 × 6. 2 × 6 എത്രയാണ്? 12. 12 + 3 എത്രയായിരിക്കും? 15. സോ ആൻസർ എത്രയാണ്? 0 0 1 5. അതായത് 1500 ആണ് ഇതിൻ്റെ ആൻസർ. 1500 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 34 × 80 ആണ്. അതായത് 34 × 80. സോ 4 × 0 ആണല്ലേ ഫസ്റ്റ് ചെയ്യേണ്ടത്. 4 × 0. അപ്പോൾ എത്ര വരും? 0. നെക്സ്റ്റ് എന്താണ്? 3 × 0 ആണ് അല്ലേ. ഇപ്പോഴും ആൻസർ എത്ര വരും? 0. അതിൻ്റെ അർത്ഥം നിങ്ങൾ 0 ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്തില്ലെങ്കിലും എന്താണ്, കുഴപ്പമില്ല. എവിടെ? താഴെയാണ് വരുന്നതെങ്കിൽ. സോ 8 × 4 എത്രയാണ് അടുത്തത്? 8 4 32. 32ൽ 2 നമ്മളിവിടെ എഴുതി. 3 ശിഷ്ടം എഴുതി. 3 എത്രയാണ്? 24. 24 + 3 27. ആൻസർ എത്രയാണ്? 0 2 7 2. 2720 ആണ്. നേരത്തെ ഞാൻ 0 കൺസിഡർ ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയ്തില്ലെങ്കിലും ആൻസറിൽ ആ 0 ആഡ് നമ്മൾ ചെയ്യണം. അത് ഒരു ഈസി ട്രിക്സ് ഒക്കെ പഠിക്കണ വീഡിയോയിൽ നമുക്കത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രേ ഉള്ളൂ 2 ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ഇത്രയും പാടൊന്നുമില്ലാതെ സിമ്പിൾ ട്രിക്കായിട്ട് ഉള്ളത് നമുക്ക് നോക്കാം.